ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മൾ പാം ക്രാഫ്റ്റിൻ്റെ ഒരു ബാക്കപ്പ് ചാനൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാം ക്രാഫ്റ്റ് ഷോർട്സ് ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ക്രാഫ്റ്റിൻ്റെയും അതുപോലെ ബോട്ടിൽ ആർട്സിൻ്റെ ഒക്കെ ഷോർട്ട് വീഡിയോ ആയിരിക്കും കേട്ടോ വരിക. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും അവിടെ വന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ ഈസ്റ്റർ സ്പെഷ്യലായിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എഗ്ഷെൽസ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈ ഈസ്റ്റർ എഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഈസ്റ്റർ എഗ് വാങ്ങുകയാണ് ചെയ്യാം. ഞാൻ പക്ഷേ സാധാരണ ഫ്രഷ് ആയിട്ടുള്ള എഗ്ഗ് തന്നെ എടുത്തിട്ട് ആദ്യത്തെ എഗ് വൈറ്റും എഗ് യോക്കൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ ഒരു ഷെൽസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള എഗ്ഗിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു കുഞ്ഞു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മളൊരു കമ്പിയോ എന്തെങ്കിലും വെച്ചിട്ടൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ ഒരു ഹോളിൽ കൂടെ നമ്മൾ ശക്തിയായിട്ടൊന്നിങ്ങനെ ഊതി കൊടുക്കുന്ന സമയത്ത് ആ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹോളിൽ കൂടെ അതിലെ എഗ് വൈറ്റും എഗ് യോക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു താഴെ ഒരു ബൗൾ വെച്ചാൽ അതിലേക്ക് ആയി കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബൗളിലേക്ക് കുറച്ചിങ്ങനെ ഫെവിക്കോൾ എടുത്തിട്ട് അതിൻ്റെ പകുതി അളവിൽ കുറച്ച് വെള്ളം കൂടി ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മോഡ് പോഡ്ജ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡെക്കോപ്പേജ് ടിഷ്യൂസ് ആണ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 3 ടൈപ്പ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അത്ര ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഒന്നുമല്ല, കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടൊക്കെ ഉള്ളതാണ്. ഇതിപ്പോൾ എവിടുന്നാണ് ഞാൻ വാങ്ങിച്ചതെന്നുള്ളതും അതിൻ്റെ റേറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ഡെക്കോപ്പേജ് ടിഷ്യൂസൊക്കെ ഞാൻ എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു 2 ടൈപ്പ് ഉണ്ട്. കുട്ടികളുടെ ഒക്കെ ടൈപ്പ് ഒരു 2 ടിഷ്യൂസ് ഉണ്ട്. അതൊക്കെ നല്ല റേറ്റ് കുറവാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ബ്ലൂവിൽ ഇങ്ങനെ വൈറ്റ് ഡോട്ടുള്ള ഡെക്കോപ്പേജ് ടിഷ്യൂ ആണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ നമുക്കൊരു ലെയർ ഇങ്ങനെ ഉണ്ടാവും, ഒരു ടിഷ്യൂ പേപ്പർ സാധാരണയുള്ള. അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലുള്ളതാണ് കേട്ടോ. അതിൻ്റെ എഡ്ജസ് ഒക്കെ ഇങ്ങനെ കേർവ്ഡ് ആയിട്ടൊക്കെ ഉള്ള ഒരു നല്ലൊരു ടൈപ്പ് ടിഷ്യൂ ആണ്. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ കയ്യിലുള്ള നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു എഗ്ഷെൽസ് ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നമ്മളിതൊന്നും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫെവിക്കോൾ വാട്ടർ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതെടുത്തിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അത് നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ ഒരു എഗ്ഷെല്ലിൻ്റെ പുറത്ത് ഇങ്ങനെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ടിഷ്യൂ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് ഒട്ടിക്കുക. അധികം ചുളിവുകളൊക്കെ ഇല്ലാതെ ഒട്ടിക്കാൻ നോക്കുക കേട്ടോ. നമ്മൾ ഒരു സൈഡ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ അങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ എക്സ്ട്രാ തോന്നുന്ന ആ ഒരു വലുപ്പമുള്ള ഒരു ടിഷ്യൂ ഒക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമ്മൾ എക്സ്ട്രാ വരുന്ന ഒരു ടിഷ്യൂ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബ്രഷ് ഇങ്ങനെ ഒരു സാധാ വാട്ടറിൽ ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നനച്ച് കൊടുക്കുക ചെയ്യുക. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ അവിടുത്തെ ആ ഒരു ടിഷ്യൂ ഒക്കെ ഒന്ന് ഇങ്ങനെ നനഞ്ഞിരിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ നമ്മൾ കീറി മാറ്റുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഡെക്കോപ്പേജ് ടിഷ്യൂ നമ്മൾ പൊതുവേ ഒന്ന് കീറിയിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ വന്നതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗം ഇങ്ങനെ നമ്മൾ ഫെവിക്കോൾ കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്തിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഈ എഗ്ഗ് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ അധികം തീരെ ചുളിവുകളൊന്നും ഇല്ലാതെ ഒട്ടിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ മാക്സിമം ഒന്നിങ്ങനെ വൃത്തിയാക്കിയൊക്കെ അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു എഗ്ഗിൻ്റെ 2 സൈഡിലുള്ള ഹോൾസ് ഒന്നും കാണില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ഫെവിക്കോൾ വാട്ടർ മിക്സ് ഇങ്ങനെ ഒന്നും കൂടെ ഒന്ന് മേലെ ഫുള്ളായിട്ടൊന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ആ ഒരു രണ്ടാമത്തെ ഒരു ഡെക്കോപ്പേജ് ടിഷ്യൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഇങ്ങനെ കട്ട് ചെയ്തൊരു പീസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവേഴ്സൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ നേരത്തെ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എഗ്ഷെൽസ് ഒക്കെ ഒട്ടിച്ചിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ബോട്ടിലാണ്. നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആണ്. അതൊന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. കാണാത്തവരൊക്കെ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്, ബേസ് കോട്ടൊക്കെ അടിക്കാതെ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ടിടാം. ഈ ഒരു ഡെക്കോപ്പേജ് ടിഷ്യൂ എന്ന് ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു എഗ്ഷെല്ലും ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു ഫ്ലവേഴ്സ് മാത്രം ഞാനിങ്ങനെ ആദ്യം കട്ട് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഗ്യാപ്പുള്ള ആ ഒരു ഭാഗത്തൊക്കെ ആ ഒരു ടിഷ്യൂവിലുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ടിഷ്യൂവിൽ കുറച്ചൊരു വലിയൊരു ഫ്ലവർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കറക്റ്റായിട്ട് ഇങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ നേരത്തെ ചെയ്തതിൽ ഇങ്ങനെ ബ്ലൂവിൽ വൈറ്റ് ഡോട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇതിൽ പക്ഷേ ഇങ്ങനെ ആ ഒരു ഫ്ലവറിൻ്റെ പകുതി മാത്രമേ കാണുന്നുള്ളൂ, കുഞ്ഞിതല്ലേ. പക്ഷേ ആ ഒരു ബോട്ടിൽ ഒട്ടിക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഡിസൈനിൽ അങ്ങനെ വെച്ചിട്ട് ഞാനൊന്ന് ഇതിൽ നോക്കിയതാണ്. പക്ഷേ ഇതിൽ അത്രത്തോളം എനിക്കൊന്നും ഭംഗി തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ഞാനിങ്ങനെ ആ ഒരു ഫ്ലവർ കട്ട് ചെയ്യാതെ അതിലുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഫുള്ളായിട്ട് ബാക്കി ഭാഗത്തൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഈ ഒരു എഗ്ഗിൻ്റെ മേലെയും ഞാനിങ്ങനെ ഫെവിക്കോൾ വാട്ടർ മിക്സ് ഒന്ന് ഒരു ലെയറായിട്ടൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഇങ്ങനെ നല്ലൊരു ഭംഗിയുള്ള ഒരു ടിഷ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ള ഡിസൈനൊക്കെയാണ്.
ഇതൊരു ക്രിസ്മസിൻ്റെ ഒരു ടൈപ്പ് ബെൽസൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിരുന്ന ടൈപ്പാണ്. അപ്പോൾ അതിൽ ഞാൻ ഒരു ചെറിയ ടൈപ്പ് ബെല്ലിൻ്റെ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു പീസ് ഞാൻ ഇങ്ങനെ ആദ്യം ആ ഒരു എക്സെല്ലിലേക്ക് ഇതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടിച്ച് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അതിൽ ആ ഒരു സൈസിനൊക്കെ നല്ലൊരു കറക്റ്റായിട്ട് തന്നെ നിന്ന്. പിന്നെ ഞാൻ അതുകൊണ്ട് അതുപോലുള്ള ഒരു പീസ് തന്നെ ഒന്നും കൂടെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിലും കൂടെ ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡെക്കോപേജ് ടിഷ്യൂ വെച്ചിട്ടുള്ള 3 ഈസ്റ്റർ എഗ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഡെക്കോപേജ് ടിഷ്യൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം പഴയ ഫാബ്രിക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു ഫാബ്രിക്കൊക്കെ എടുത്തിട്ട് അതിൽ ആ ഒരു കുഞ്ഞ് ഡിസൈൻ മാത്രം നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ചെറിയ ഡിസൈൻ നോക്കിയെടുക്കുക കേട്ടോ. കാരണം എക്സെല്ലിൽ ഒട്ടിക്കാനുള്ളതുകൊണ്ട് ചെറിയ ഡിസൈൻ നോക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെ ഞാനൊരു പഴയ ഒരു കോട്ടൻ്റെ ഒരു ഫാബ്രിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 2 ഡിസൈൻ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സെല്ലിലേക്ക് നമ്മൾ ആ ഒരു ഫെവിക്കോൾ വാട്ടർ മിക്സ് ഒന്ന് നന്നായിട്ടൊന്നിങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള ഫാബ്രിക് ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ തീരെ ചുളിവുകളൊക്കെ ഇല്ലാതെ ഒന്നിങ്ങനെ ഒട്ടിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ നന്നായിട്ടൊന്നിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. പക്ഷേ നമുക്ക് ഫാബ്രിക് ഒട്ടിക്കുന്ന സമയത്ത് നല്ല എളുപ്പമാണ് ആ ഒരു ഡെക്കോപേജ് ടിഷ്യൂ ഒട്ടിക്കുന്നതിനേക്കാളും. അത്ര പെട്ടെന്നൊന്നും ചുളിവുകളൊക്കെ വരില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ചുളിവൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ ഒട്ടിക്കാൻ പറ്റും. പിന്നെ ആ ഒരു ഡെക്കോപേജ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളല്ലോ, അത് പെട്ടെന്ന് തന്നെ കീറി പോകാനും അതുപോലെ ചുളിവുകൾ വരാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു എഫക്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. പക്ഷേ അത്രയ്ക്ക് ചുളിവുകളൊന്നും ഇല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ ആ ഒരു 2 സൈഡിലായിട്ട് ഇതുപോലെ ഒരു കുഞ്ഞ് ഡിസൈൻ അങ്ങനെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ആദ്യം ഞാൻ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, ആ ഒരു ഹോൾസ് ഇങ്ങനെ ആദ്യം തന്നെ കവർ ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ പിന്നെ ആ 2 സൈഡിലായിട്ട് ഒട്ടിച്ചതുകൊണ്ട് പിന്നെ ആ ഒരു ഹോൾസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ചെറിയൊരു പീസ് ടിഷ്യൂ പേപ്പർ ഒന്നിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ ഈ ഒരു ഫാബ്രിക് ഇങ്ങനെ ഡിസൈൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാൻ കേട്ടോ. ഞാൻ ഇതുപോലെ ഡെക്കോപേജ് ടിഷ്യൂവിന് പകരം ഇതുപോലെ ഓൾഡ് ആയിട്ടുള്ള ഫാബ്രിക് 2 ടൈപ്പ് ഫാബ്രിക് യൂസ് ചെയ്തിട്ട് ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 ടൈപ്പ്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ഒരു കോട്ടൻ്റെ ഫാബ്രിക്കായിരുന്നു ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഞാൻ വേറൊരു ഡിസൈനായിട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലൊരു ബട്ടർഫ്ലൈൻ്റെ ഒക്കെ ഡിസൈനുള്ള. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിങ്ങനെ എക്സെല് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ കുറേ ഇവിടെ നോക്കിയത് കാണുന്നില്ല, കുറേ പീസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ കാണുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ അതുകൊണ്ട് എനിക്ക് അത്രക്കൊന്നും ഇഷ്ടമായിട്ടില്ല. ഞാൻ ആ ഒരു ഡിസൈൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ട്രൈ ചെയ്യുന്നതിൻ്റെ മുമ്പേ. അപ്പോൾ അതുപോലെ നിങ്ങളെ കയ്യിൽ ഇങ്ങനെ എന്തെങ്കിലും ഈ കുട്ടികളുടെ കുഞ്ഞു ഉടുപ്പിലൊക്കെ ഉള്ള ബട്ടർഫ്ലൈസും അതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്താലും മതി. അപ്പോൾ നമ്മളതിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഫെവിക്കോൾ വാട്ടർ മിക്സ് ഫുള്ളായിട്ടൊന്ന് അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാധാരണ ഒരു പോളിസ്റ്ററിൻ്റെ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. ഇത് ഷോളിൻ്റെ ഒക്കെ ടൈപ്പാണ് കേട്ടോ, സാരിയുടെയും അതുപോലെ ഷോളിൻ്റെ ഒക്കെ ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഞാൻ നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ ഉണ്ട്, അപ്പോൾ അതൊന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫാബ്രിക് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ടിൽ ഈ ഒരു ഫാബ്രിക്കായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു പോളിസ്റ്ററിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിൽ ഞാൻ ബോട്ടിലിൽ ഇങ്ങനെ ഫുള്ളായിട്ട് യെല്ലോ കളർ ബേസ് കോട്ട് അടിച്ചിട്ട് അതിൻ്റെ മേലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു എക്സെല്ലിന് ഇങ്ങനെ ഒരു ബേസ് കോട്ട് അടിച്ചിട്ട് പിന്നെ അതിൽ ഇത് ഒട്ടിച്ചാലോ എന്നുള്ളത് കേട്ടോ. പക്ഷേ പിന്നെ ഞാനത് ഒഴിവാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഈസ്റ്റർ എഗിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പെയിൻറ്റ് യൂസ് ചെയ്യാത്ത ഈസ്റ്റർ എഗിൻ്റെ ഒരു ഇത് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതാണ് ഞാൻ പിന്നെ പെയിൻറ്റ് യൂസ് ചെയ്യാതെ ഡെക്കോപേജ് ടിഷ്യൂം അതുപോലെ ഓൾഡ് ഫാബ്രിക് ഒക്കെ യൂസ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഒരു വൈറ്റിലേക്ക് ഞാൻ ഈ ആഷും ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു സാപ്പ് ഗ്രീനും കൂടെ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അതൊന്നിങ്ങനെ ഫുള്ളായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അങ്ങനെ ഫെവിക്കോൾ വാട്ടർ മിക്സ് ഫുള്ളായിട്ടൊന്നിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫാബ്രിക് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള 2 ഈസ്റ്റർ എഗ് ഇവിടെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് ഒരുപാട് പഴയൊരു ഫാബ്രിക് ആയതുകൊണ്ട് അതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ ഇങ്ങനെ ഒരുപാട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ക്യാമറയിൽ അത്രയ്ക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ നേരിട്ട് കാണുന്ന സമയത്ത് ആ ഒരു വൈറ്റും അതുപോലെ എക്സെല്ലിൻ്റെ വൈറ്റും കൂടെ അങ്ങനെ ഒരു മാച്ച് ആവാത്ത പോലെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാമെന്ന്. ഞാൻ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ, പക്ഷേ അപ്പോൾ തന്നെ എനിക്കത് തീരെ ഇഷ്ടമായിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ ആ ഒരു ആഷ് കളർ ഫാബ്രിക് വെച്ചിട്ടുള്ളതിൽ ഞാനിങ്ങനെ ഡാബ് ചെയ്യാതെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്, ഒട്ടിച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഒന്ന് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ എല്ലാ ഡിസൈനിലും ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഔട്ട്ലൈനൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഒരു ഫ്ലവറിൻ്റെ നടുക്ക് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ഈസ്റ്റർ എഗ് ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന്. പക്ഷേ നമ്മൾ ആ ഒരു പിങ്ക് വെച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്തപ്പോൾ അത് ആകെ കൊളായി, പിന്നെ അങ്ങ് നന്നാവുന്നേ ഇല്ല. ഞാൻ എന്നാലും ഇങ്ങനെ ഈ ഒരു മെറ്റാലിക് ഗോൾഡ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഔട്ട്ലൈനായിട്ടും അതുപോലെ ചെറുതായിട്ട് ആ ഒരു സ്പോഞ്ച് കൊണ്ട് ഡാബ് ചെയ്ത ഭാഗത്തൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്തൊക്കെ കൊടുത്തു ഗോൾഡ് വെച്ചിട്ട്. പക്ഷേ ആ ഒരു പിങ്ക് കളർ ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഭംഗി എത്രക്കായിട്ടും കിട്ടുന്നില്ല. എന്നിട്ട് പിന്നെ ഞാനതങ്ങ് നിർത്തി. കാരണം അതിൽ ഒരുപാട് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. എനിക്ക് വീണ്ടും ഒന്നുകൂടെ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഒഴിവാക്കിയിട്ട് വേറൊരു
എക്സലിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാത്ത കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു ഡിസൈൻ നോക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കുക. അത് പൊട്ടിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ഔട്ട്ലൈനൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മെറ്റാലിക് ഗോൾഡും കോപ്പറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഔട്ട്ലൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മളെ ഓൾഡ് ഫാബ്രിക് യൂസ് ചെയ്തിട്ടുള്ള 2 ഈസ്റ്റർ എഗ്ഗിൻ്റെ ആ ഒരു ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡെക്കോപേജ് ടിഷ്യൂ ഒട്ടിച്ചിട്ടുള്ള ഒരു ഈസ്റ്റർ എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡ്രൈ ആയപ്പോൾ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സമയത്ത് കുറച്ച് ചുളിവുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഉണങ്ങിയ സമയത്ത് അതിൻ്റെ ആ ഒരു ചുളിവുകളൊന്നും അത്രയ്ക്ക് കാണുന്നൊന്നുമില്ല. നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന എഗ്ഷെൽ ഇതുപോലെ ഡെക്കോപേജ് ടിഷ്യൂം അതുപോലെ ഓൾഡ് ഫാബ്രിക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുത്ത് വെച്ചാൽ നല്ലൊരു ഭംഗിയുണ്ടാവും. ഡെക്കോപേജ് ടിഷ്യൂവിന് പകരം നമ്മൾ ഫാബ്രിക് യൂസ് ചെയ്തിട്ട് ഭംഗിക്കൊന്നും ഒരു കുറവില്ല. നല്ലൊരു ഭംഗി തന്നെ ഉണ്ട് കാണാനായിട്ട്. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഡാബ് ചെയ്തപ്പോൾ ഇങ്ങനെ കുറച്ച് കൊളായി പോയെന്നുള്ളൂ, വേറൊരു കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നിങ്ങളെ കഴിഞ്ഞിപ്പോൾ ഡെക്കോപേജ് ടിഷ്യൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കുറച്ച് ഫാബ്രിക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന എഗ്ഷെല്ലിൽ നമുക്ക് കുറച്ച് ഫെവിക്കോളിൻ്റെ ഒരു ചിലവ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ എഗ്ഷെൽസ് ഇങ്ങനെ ഇതുപോലെ കളക്ട് ചെയ്തിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഉള്ളത് ഇങ്ങനെ ഫാബ്രിക് ചെയ്തെടുത്തിട്ട് നമ്മളൊരു ട്രേയിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഡൈനിങ് ടേബിളൊക്കെ വെച്ച് കഴിഞ്ഞാലൊക്കെ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന എഗ്ഷെല്ലിൻ്റെ ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു ഭംഗിയുണ്ടെന്ന്. അപ്പോൾ നോ പെയിൻ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓൾഡ് ഫാബ്രിക് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഇതുപോലെ ഇങ്ങനെ ബോട്ടിലൊക്കെ നമ്മൾ എഗ്ഷെൽസ് വെച്ചിട്ട് ചെയ്യുന്നതും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാനിങ്ങനെ ഓൾഡ് ഫാബ്രിക്കും ഡെക്കോപേജും വെച്ചിട്ടൊന്നും ഇങ്ങനെ എഗ്ഷെല്ലിലൊന്നും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഒരു എഗ്ഷെൽസിൻ്റെ ആ ഒരു ക്രാഫ്റ്റൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണാത്തവരൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ആ ഒരു എഗ്ഷെല്ലിൻ്റെ ആ ഒരു ക്രാഫ്റ്റ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോ. എന്തുകൊണ്ടാണ് ഡിസ്ലൈക്ക് ചെയ്തതെന്നുള്ള റീസണും കൂടി ഒന്ന് എഴുതാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ നിങ്ങൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതുപോലെ നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.